1840-ൽ ബ്രിട്ടനിൽ ആദ്യമായി പുറത്തിറങ്ങിയ പെന്നി ബ്ലാക്ക് എന്ന തപാൽ സ്റ്റാമ്പ് മുതൽ ഇന്നുവരെയുള്ള ദൈർഘ്യമേറിയ യാത്രയിൽ തപാൽ സ്റ്റാമ്പുകൾ ചരിത്രത്തെയും സംസ്കാരത്തെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തപാൽ സ്റ്റാമ്പ് ശേഖരണത്തിന്റെ മനോഹര ലോകം ഫിലാറ്റലി എന്ന് അറിയപ്പെടുന്നു. സ്റ്റാമ്പുകളുടെ ചരിത്രം 19-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് ലോകമെമ്പാടുമുള്ള തപാൽ സംവിധാനത്തെ വിപ്ലവകരമാക്കി. സ്റ്റാമ്പുകൾ വരുന്നതിനു മുമ്പ് കത്തുകൾ സ്വീകരിക്കേണ്ടി വന്നവരാണ് അതിന്റെ ചെലവ് നൽകേണ്ടിയിരുന്നത്. ഇത് പലപ്പോഴും കത്തുകൾ തിരസ്കരിക്കപ്പെടാൻ ഇടയാക്കി. ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് ബ്രിട്ടൻ പുറത്തിറക്കിയത് 1840 മെയ് 1-നാണ്. ഉപയോഗം ആരംഭിച്ചത് മെയ് 6-ന്. റൗളണ്ട് ഹിൽ രൂപകൽപ്പന ചെയ്ത പെന്നി ബ്ലാക്ക് സ്റ്റാമ്പിൽ ക്വീൻ വിക്ടോറിയയുടെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റാമ്പ് ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ അയച്ചയാൾ തന്നെയാണ് തപാൽ ചെലവ് നൽകേണ്ടതെന്ന് നിയമമാക്കി. ഇത് തപാൽ സേവനം കൂടുതൽ ക്രമബദ്ധമാക്കി. 1843-ൽ ബ്രസീൽ ആദ്യത്തെ സ്റ്റാമ്പ് പുറത്തിറക്കി. ബുൾസൈ സ്റ്റാമ്പായിരുന്നു ഇത്. ഇതിൽ രാജാക്കന്മാരോ ദേശീയ ചിഹ്നങ്ങളോ ഇല്ലായിരുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. 1843-ൽ സ്വിറ്റ്സർലാൻഡിൽ ആദ്യത്തെ സ്റ്റാമ്പ് പുറത്തിറങ്ങി. സുറിച്ച് 4 and 6 റാപ്പൺ സ്റ്റാമ്പായിരുന്നു ഇത്. സുറിച്ച് സ്വിറ്റ്സർലാൻഡിലെ ഒരു നഗരമാണ്. സുറിച്ച് നഗരമാണ് ഈ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. 1847-ൽ അമേരിക്ക ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ജോർജ് വാഷിങ്ടണും ഉള്ള സ്റ്റാമ്പുകൾ പുറത്തിറക്കി. 1854-ൽ ഇന്ത്യ ക്വീൻ വിക്ടോറിയ അടങ്ങിയ ആദ്യ സ്റ്റാമ്പ് പുറത്തിറക്കി. 1870ഓടുകൂടി മിക്ക രാജ്യങ്ങളും അവരുടേതായ സ്റ്റാമ്പുകൾ പുറത്തിറക്കി. സ്റ്റാമ്പുകളുടെ നവീകരണം 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലുമായി നടന്നു. പെർഫോറേറ്റഡ് സ്റ്റാമ്പ്സ് 1850-ൽ പുറത്തിറങ്ങി. സൈഡുകളിൽ തുളകളോട് കൂടിയ സ്റ്റാമ്പുകളായതിനാൽ ഇവയെ വേർതിരിക്കാൻ എളുപ്പമായിരുന്നു. പല നിറങ്ങളിലുള്ള സ്റ്റാമ്പുകളും നിലവിൽ വന്നു. സ്റ്റാമ്പിന്റെ ആകർഷണീയത ഇത് വർദ്ധിപ്പിച്ചു. 1893 മുതൽ ഓർമ്മയ്ക്കായും സ്റ്റാമ്പുകൾ പുറത്തിറങ്ങി തുടങ്ങി. അമേരിക്ക കൊളംബസ് യാത്രയെ അനുസ്മരിച്ച് സ്റ്റാമ്പുകൾ പുറത്തിറക്കി. 1918-ൽ വിമാന തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങി. ആദ്യമായി അമേരിക്കയാണ് ഇത് പുറത്തിറക്കിയത്. ഇൻവേർട്ടഡ് ജെന്നി എന്ന പേരിൽ പ്രശസ്തമായ തെറ്റുകളുള്ള സ്റ്റാമ്പായിരുന്നു ഇത്. വിമാനം തലകീഴായി അച്ചടിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയായിരുന്നു ഇതിന്റെ പ്രത്യേകത. സമകാലികമായ സ്റ്റാമ്പ് നവീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെൽഫ് അഡ്ഹസീവ് സ്റ്റാമ്പ്സ് 1974-ൽ സിയറ ലിയോൺ പുറത്തിറക്കി. സ്വയം ചേരുന്ന സ്റ്റാമ്പ്. പിന്നിലെ പാളി നീക്കിയ ശേഷം സ്റ്റാമ്പ് നേരിട്ട് ഒട്ടിക്കാൻ സാധിക്കും എന്നതുതന്നെയായിരുന്നു ഇതിന്റെ പ്രത്യേകത. പിന്നീട് എല്ലാ രാജ്യങ്ങളിലും ഇത് വ്യാപകമായി. QR കോഡ് സ്റ്റാമ്പുകളും പിന്നീട് പുറത്തിറങ്ങി. ഡിജിറ്റൽ ട്രാക്കിങ്ങിനായി ഇപ്പോൾ ചില സ്റ്റാമ്പുകളിൽ QR കോഡുകൾ ഉണ്ട്. വ്യക്തിഗത സ്റ്റാമ്പുകളും രംഗത്തെത്തിയിട്ടുണ്ട്. ചില രാജ്യങ്ങൾ ഉപഭോക്താക്കളെ അവരുടെ സ്വന്തം ഇമേജുകൾ ഉപയോഗിച്ച് സ്റ്റാമ്പുകൾ ഡിസൈൻ ചെയ്യാൻ അനുവദിക്കുന്നു. ബ്രിട്ടീഷ് ഗയാന 1C മജന്ത സ്റ്റാമ്പും ഇൻവേർട്ടഡ് ജെന്നി സ്റ്റാമ്പും ലോകത്തിലെ ഏറ്റവും വിലയേറിയ സ്റ്റാമ്പുകൾ എന്ന് അറിയപ്പെടുന്നു. ഇത്തരത്തിലുള്ള സ്റ്റാമ്പ് ശേഖരണത്തിന്റെ അപൂർവ ലോകത്തെ ഫിലാറ്റലി എന്ന് പറയുന്നു. ഓരോ സ്റ്റാമ്പിലും നമുക്ക് ഒരു പ്രത്യേക വാർത്ത, ഒരു പ്രത്യേക സന്ദേശം എത്തുന്നു. ചെറിയ സ്റ്റാമ്പുകൾ മൗനമായ ഇടത്തെയും ലോകത്ത് ഏറ്റവും വലിയ വ്യക്തികളെയും മ്യൂസിയങ്ങളും ചരിത്രവും സാംസ്കാരികവുമായ മാറ്റങ്ങളും പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. സ്റ്റാമ്പുകളെയും സ്റ്റാമ്പ് ശേഖരണത്തെയും കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.